ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടണേ. അപ്പോൾ അതാ അത്തയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഈ ഒരു കാലമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അത്തത്തിൻ്റെ മുന്നേ കിട്ട വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അത്തം തുടങ്ങി കഴിഞ്ഞിട്ട് ആ വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഷോർട്ട് വീഡിയോ ഇടലുണ്ട്, ലോങ് വീഡിയോ അങ്ങനെ ഇടലില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് നല്ലൊരു ഓണാശംസ നൽകണം വിചാരിച്ചിട്ട് പറഞ്ഞു വന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കുറച്ച് കൂടുതലായി. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഏകദേശം സ്കൂളത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലും എല്ലാവരും നല്ല വലിയ തോതിലൊന്നും ആഘോഷിക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓണാശംസകളൊക്കെ എനിക്ക് അറിയുന്ന പോലെയാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ അതാ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടോ. അപ്പോൾ റവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റവ ഉപ്പുമാവ്, ഗോതമ്പ് റവ എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങളിവിടെ റവ ഉപ്പുമാവ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ശീലമായിപ്പോയി. പണ്ടേ പറഞ്ഞ് അങ്ങനെ ശീലമായി പോയതാണ്. അപ്പോൾ നാളികേരമൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റൗണ്ടിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടും എങ്ങോട്ടേലൊക്കെ ഒന്ന് പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ സർവ്വസാധാരണം നടക്കുന്ന സംഭവമാണ്. അപ്പോൾ കൂടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ക്യാമറ ഓണല്ലേ, കിട്ടുന്നുണ്ടോ അതൊക്കെ നോക്കിയതാണ് കേട്ടോ. ക്യാമറയിലെല്ലാം പതിയുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ ചായക്കടി ഗോതമ്പ് ഉപ്പുമാവാണല്ലോ. അപ്പോൾ അതിക്കുള്ളത് അതിക്ക് വേണ്ടിയിട്ട് നാളികേരം ചിരകി എടുക്കാനുണ്ടോ. അപ്പോൾ ഉപ്പുമാവിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടമാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. അപ്പോൾ ഞാൻ പപ്പടമൊന്നും കൂട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുമാവ് മാത്രം നല്ല മധുരമിട്ട് ചായയും കുടിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണ പതിവ്. പിന്നെ ഉച്ചക്കലെ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വറവിടാൻ നിൽക്കാം കേട്ടോ. ഉണക്കമുളകിലും കടുകിലും കറിവേപ്പിൻ്റെ ഇലയിലും അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വറവിട്ടെടുത്തിട്ടുണ്ട് കറിയൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒന്ന് തീരാനായിട്ടുണ്ട്. അപ്പോൾ തിരുമ്പിയതൊക്കെ തോരടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്യാമറ ഓണാണെന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്നുണ്ട്. ഒരു എനർജീൻ്റെ കുറവുണ്ടല്ലോ. അപ്പോൾ ചായയൊന്നും കുടിച്ചിട്ടില്ല. ഈ കുളി കഴിഞ്ഞിട്ട് കേട്ടോ ചായയൊക്കെ കുടിക്കുക. ഏകദേശം ഞാൻ എൻ്റെ ഒരുവിധ പണികളൊക്കെ ഒരുങ്ങിയിട്ട് ചായ കുടിക്കണം കേട്ടോ. പിന്നെ ചായ കുടിച്ചിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. പിന്നെ എടുക്കാൻ പണികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ. എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഒരുവിധം എല്ലാ ദിവസങ്ങളിലും ഞാൻ ചായ കുടിക്കുക. ചിലപ്പോൾ ഞാൻ രാജുവേട്ടന് ഒപ്പയ്ക്കാവും ചായ കുടിക്കുക. അല്ല രാജുവേട്ടന് വെട്ടി വരുന്ന ആ ടൈമിലൊക്കെയാവും ഞാൻ ചായ കുടിക്കുക. അല്ലെങ്കിൽ രാവിലെ തന്നെ ചായ കുടിക്കും കേട്ടോ. കുളി കഴിയുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ചായ കുടിക്കും. എന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യും. എങ്ങനെയെന്ന് അന്നത്തെ ദിവസത്തിനനുസരിച്ച് നിൽക്കും. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുക. അടുത്തിൻ്റെയൊക്കെ വീടിൻ്റെ മേലെ ഭാഗത്താണ് എഡിറ്റ് ചെയ്യാൻ പോകുക. അപ്പോൾ ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മൂനെ കണ്ടപ്പോൾ അമ്മൂനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച വീഡിയോ വേറെ ഒന്നും ഇല്ലെന്നു. ഞാനിപ്പം മിനി വ്ളോഗിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ലോങ് വീഡിയോ അങ്ങനെ ഇടലൊന്നുമില്ല കേട്ടോ. ലോങ് വീഡിയോ ഇടുന്നത് കുറവാണ്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. മഴ പെയ്യുണ്ടോടി അമ്മൂന? മഴ പെയ്യുണ്ടോ? ഈ പൂവേ എനിക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിലേ ഈ പൂവുണ്ടല്ലോ, ഈ കാണുന്ന വെള്ളപ്പൂവ്? എവിടെയൊക്കെ അത് ക്യാമറയിൽ? അതാ ഈ കാണുന്ന വെള്ളപ്പൂവ്. എനിക്ക് ഓർമ്മയുണ്ടോ ആ ചെറിയ പൂവ്? ഓണത്തിന് നമ്മൾ പൂക്കളം അങ്ങനെ ആക്കിയിടും. ആ വെള്ളപ്പൂവ്. അതിൻ്റെ ഇല അരിയും. വണ്ടൂരിലൊക്കെ അരിഞ്ഞിടലുണ്ട് വീട്ടിൽ. മഴ പെയ്തോട്ടെ എന്നിട്ട് പോയാൽ പോരെ. അപ്പോൾ ഒരു ദിവസത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ അത്രയ്ക്കുള്ളൂ. അല്ലാത്ത ജോലി ചെയ്യുന്ന വീഡിയോ അങ്ങനത്തെ വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തു വെച്ചതില്ല. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ടൈമൊക്കെയാണ് കേട്ടോ അത്. അല്ലെങ്കിൽ 3 മണി ആ ടൈമിലൊക്കെ എഡിറ്റ് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. ഈ ഒരു ടൈമിലാവും എൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ അമ്പിളിമാമൻ ഉണ്ടാവും അവിടെ.
അപ്പോൾ ആളുണ്ടാകുന്ന ദിവസം നല്ല നിലാവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ നിലാവ് ഉണ്ടാകുമ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്തെടുക്കാനൊരു സുഖമാണ് കേട്ടോ. നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു ടൈം ഒന്ന് വെറുതെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ഫ്ലാഷ് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവും, ഫ്ലാഷ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.